വീട് എന്നത് പവിത്രമായ ഒരിടമായി പല സമൂഹവും കണക്കാക്കുന്നുണ്ട്. അതിനാൽ തന്നെ അതിൻ്റെ പവിത്രത കാത്തു സൂക്ഷിക്കാനായി വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യുന്നു. വീടിനുള്ളിൽ ഒരിക്കലും പുറത്തെ ചെരുപ്പുകളോ ഷൂസോ ധരിച്ച് പ്രവേശിക്കരുതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. അതിനു പിന്നിൽ ചില മതപരമായ കാരണങ്ങളുമുണ്ട്. നമ്മുടെ വേദഗ്രന്ഥങ്ങളിൽ പലതരത്തിലുള്ള നിയമങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. വീടിനുള്ളിൽ എന്തുകൊണ്ടാണ് ചെരുപ്പ് ധരിക്കരുത് എന്ന് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. വീടിൻ്റെ മുറ്റത്ത് ബ്രഹ്മാവ് കുടികൊള്ളുന്നുവെന്നാണ് വിശ്വാസം. മിക്ക വീടുകളിലും ഒരു പൂജാമുറിയും ഉണ്ടാകും. വീടിൻ്റെ നിലവറയിൽ ലക്ഷ്മി ദേവി കുടികൊള്ളുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കാരണങ്ങളാൽ വീട് ദൈവത്തിൻ്റെ വാസസ്ഥലമായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിൽ ചെരുപ്പ് ധരിക്കരുത്. വീട്ടിൽ ചെരുപ്പ് ധരിക്കുന്നത് വാസ്തുദോഷങ്ങൾക്ക് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇതിലൂടെ ലക്ഷ്മി ദേവിക്ക് ദേഷ്യം വരികയും സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങുകയും ചെയ്യുന്നു. വീട്ടിലെ തുളസിയുടെ ഐശ്വര്യവും അവസാനിക്കുന്നു. വീട്ടിൽ ചെരുപ്പിടാത്തതിന് പിന്നിൽ ശാസ്ത്രീയമായ കാരണവുമുണ്ട്. വീടിനുള്ളിൽ ചെരുപ്പ് ധരിക്കുന്നത് വീട്ടിൽ അഴുക്ക് വരുത്തുന്നു. ഇതിലൂടെ രോഗമുണ്ടാക്കുന്ന ബാക്ടീരിയകൾ പടരുന്നു. വീടിനുള്ളിൽ നിങ്ങൾ പുറത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ ധരിക്കുന്നത് നെഗറ്റീവ് ഊർജം കൊണ്ടുവരും. നേപ്പാൾ, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ ചെരുപ്പുകൾ തലകീഴായി വയ്ക്കുന്നത് ദൗർഭാഗ്യത്തിന് കാരണമാകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. നിങ്ങളുടെ ചെരുപ്പുകൾ ഒരിക്കലും മേശയുടെ മുകളിൽ വയ്ക്കരുതെന്ന് പറയപ്പെടുന്നു. ഇത് അടിസ്ഥാനപരമായി ഒരു അന്ധവിശ്വാസം എന്നതിലുപരി ശുചിത്വ കാരണത്താലായിരിക്കാം. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ചെരുപ്പ് ധരിച്ച് കിടക്കയിൽ കയറുന്നത് ദൗർഭാഗ്യമായാണ് കണക്കാക്കുന്നത്. ഇന്ത്യ, നേപ്പാൾ, തായ്ലൻഡ് തുടങ്ങിയ പല ഏഷ്യൻ രാജ്യങ്ങളിലും വീടിനുള്ളിൽ ചെരുപ്പുകൾ ധരിക്കുന്നത് മോശമായും കണക്കാക്കപ്പെടുന്നു. കാരണം ഇത് അശുദ്ധി കൊണ്ടുവരുമെന്നും ദൈവങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണിതെന്നും വിശ്വസിക്കപ്പെടുന്നു. മരിച്ചയാളുടെ ചെരുപ്പ് ധരിച്ചാൽ അത് ധരിക്കുന്നവർക്ക് ഒരുപാട് നിർഭാഗ്യം കൊണ്ടുവരുമെന്നും വിശ്വസിക്കപ്പെടുന്നു. പലപ്പോഴും നമ്മുടെ വീട്ടിലെ ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു. വാസ്തവത്തിൽ അത്തരമൊരു അജ്ഞത നിങ്ങളുടെ വീടിൻ്റെ പോസിറ്റീവ് എനർജിയെ നശിപ്പിക്കും. ഇന്നത്തെ കാലത്ത് വീടുകളുടെ മുൻവാതിലിനു സമീപം നിരവധി ജോഡി പാദരക്ഷകൾ കുന്നുകൂടി കിടക്കുന്നതും കാണാം. മിക്ക ആളുകളും ഒന്നിലധികം ജോഡി പാദരക്ഷകളും ഉപയോഗിക്കുന്നു. അവയെല്ലാം വീടിനു മുന്നിൽ സൂക്ഷിച്ചിരിക്കുകയും ചെയ്യുന്നു. വാസ്തുപ്രകാരം വീടിൻ്റെ ശ്വസിക്കുന്ന സ്ഥലമാണ് പ്രധാന കവാടം. അതിനാൽ ഈ പ്രദേശത്തിന് സമീപം അഴുക്ക് നിറഞ്ഞ പാദരക്ഷകൾ സൂക്ഷിക്കുന്നത് ഒരു മോശം പ്രവണതയാണ്. ഇത് ദോഷഫലങ്ങൾക്ക് ഇടയാക്കും. പാദരക്ഷകൾ പ്രധാന വാതിലിൽ നിന്ന് കുറച്ച് അകലെ ഒരു റാക്കിൽ സൂക്ഷിക്കണമെന്ന് വാസ്തു പറയുന്നു. പാദരക്ഷകൾ വീടിന് അഭിമുഖമായി സൂക്ഷിക്കണം. വീടിനുള്ളിൽ പാദരക്ഷകൾ ധരിക്കുന്നതും വാസ്തു ശുപാർശ ചെയ്യുന്നില്ല. ചിലർ വില കൂടിയ ഷൂസും മറ്റും വീടിനുള്ളിൽ സൂക്ഷിക്കാറുണ്ട്. ഗോവണിക്ക് താഴെയോ കട്ടിലിനു താഴെയോ കിടപ്പുമുറിയിൽ എവിടെയെങ്കിലുമോ പാദരക്ഷകൾ വയ്ക്കുന്നതും ശരിയല്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.